അവരെല്ലാം പ്രൊമോഷൻ രീതിയിൽ നമുക്ക് കുറെ ഞാൻ അപ്പൊ നമ്മുടെ ബേബിക്ക് പറ്റിയൊരു 2 പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് ആണെങ്കിലും ഗേൾ ആയാലും പറ്റിയ നല്ലൊരു പേര് നിങ്ങളെ സജസ്റ്റ് ചെയ്യാം. നമ്മൾ കുറെ തപ്പിട്ട് കിട്ടുന്നില്ല. അതെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെ, ഒരുമിച്ചാണ് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് എടുത്തു അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾ, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോ വേണേലും ആവാം. പേടിയായിട്ടിരിക്കുന്ന കേട്ടാ. നമ്മളതുകൊണ്ട് ഇത് എപ്പോഴും പ്രിപ്പയർ ആയി സെറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടി തയ്യാറാക്കുന്നു, എടുക്കുന്നു, വണ്ടി കയറുന്നു, പോകുന്നു. അതിനുള്ള പ്ലാൻ ആട്ടോ. അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തിയിട്ടുണ്ട്. അപ്പൊ A to Z എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെന്നുള്ളതെല്ലാം കാണിച്ചു തരാം അല്ലേ? കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറെ പേരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറെ പേരല്ല, കുറെ പേജസിന്റെ. അപ്പൊ അവരെല്ലാം പ്രൊമോഷൻ രീതിയിൽ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ, എല്ലാ സാധനങ്ങളും അറാവുന്നൂടെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കിടെ കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. കുറേ ഉണ്ട്. എല്ലാം നമുക്ക് അതെ, ഒന്നും തന്നെ നമുക്ക് അങ്ങനെ മേടിക്കേണ്ടി വന്നില്ല. എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് കിട്ടിയിട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഫീഡിങ് പില്ലോയാണ്. ഇത് കുട്ടീനെ കിടത്തുന്ന സാധനം. ഞാൻ പറയും. അപ്പൊ A to Z സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, ബേബിനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള സാധനം ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറെ സാധനങ്ങൾ സെയിം സാധനം കിട്ടിയപ്പോ നമ്മളല്ലേ ആർക്കാ കൊടുത്തേ? അപ്പൊ ഇത്രയും ബേബി പ്രൊഡക്ട്സ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആ, നമ്മള് മൊത്തം കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാസ്കറ്റ് ആട്ടോ. ഇതിന് കവറൊക്കെ ഇട്ടുള്ള സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു കാര്യത്തിൽ നിങ്ങളുടെ ഹെൽപ്പ് എന്തായാലും ഞങ്ങൾക്ക് വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേബിക്ക് പറ്റുന്ന ഒരു പേര് കൊറേ നോക്കി, ഇത് ഓൺലൈനിലെ കുറെ നോക്കി. ഗേൾ ആണേലും ബോയ് ആണേലും അതെ നല്ല അതെ. നീ എടുക്കും, ഞാൻ പറയാനോ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ വെക്കാൻ പോകുന്ന കുറച്ച് ഡ്രൈ ഷീറ്റ്സ് ആട്ടോ. അപ്പൊ അത് ഏറ്റവും താഴെ വെക്കാം. 4 ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഹഗീസിന്റെ മറ്റേ അതെ. അപ്പൊ അതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, വെറ്റ് വൈപ്സ്. ഇതൊക്കെ നമുക്ക് ഓരോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബിക്കുള്ള ക്യാപ്പും പിന്നെ ചെറിയ കയ്യിലിടുന്ന കാലിടുന്ന സോക്സ്, ബിറ്റിൽസ്, ബൂട്ടീസ്, അതൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ കുറച്ചിട്ട് ഇരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല, എന്നാലും നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അത് നമ്മൾ വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വെക്കേണ്ടത് എന്താ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? നാപ്കിൻസ്. കൊച്ചിന് തുടച്ചു കൊടുക്കാൻ പറ്റുന്ന നാപ്കിൻസ് ആട്ടോ ഇത്. കർച്ചീഫ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. ബേബിയുടെ സ്കിന്ന് ഭയങ്കര ഇതായിരിക്കുമല്ലോ, സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ബോഡി ലോഷൻ നമ്മളിപ്പോ ബേബിനെ കുളിപ്പിക്കില്ല ഹോസ്പിറ്റലിൽ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് തുറച്ചു കൊടുക്കില്ല. അപ്പൊ സെബാമെന്റിന്റെ പ്രോഡക്ട്സ് കേട്ടോ നല്ലത്. ഇപ്പൊ ജോൺസൺസ് ബേബി ഔട്ട് ആയി പോയി. അത് ഉപയോഗിക്കുന്ന എന്താണ്, ക്യാൻസർ ഒക്കെ വരുന്നോ? അതെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്ലോത്ത് ഡയപ്പർ. നല്ല പ്രോഡക്റ്റ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്കി പൊട്ടിക്കണൊക്കെ. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് എന്താണ്, തുണിയൊക്കെ വലിച്ചു കെട്ടി മുണ്ട് ഉടുപ്പിച്ചിട്ടൊക്കെ അല്ലേ. ഇത് നോക്ക്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അതെ. ഇതാണ് നമ്മുടെ നല്ല രസം കിട്ടുന്നതാണ്. ബേബിനെ റിസീവ് ചെയ്യണ ക്ലോത്ത് ആട്ടോ. നല്ല ഒരു പ്യുവർ വൈറ്റില് ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പ് സാധനം. അപ്പൊ ഇതിനകത്താണ് റിസീവ് ചെയ്യുന്നത്. ഞാനായിരിക്കും റിസീവ് ചെയ്യുന്ന ആള്, റിസീവർ. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സമയവും നമുക്ക് ഡെലിവറി എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും പിന്നെ അവിടെ കൊച്ചിനെ ആദ്യം റിസീവ് ചെയ്യണം എന്നുള്ളൊരു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ കുറച്ച് ദിവസമായിട്ട്. നമ്മള് ആദ്യം പ്രഗ്നൻസി അടുക്കാൻ നേരത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മള് ചെക്കപ്പിന് വേണ്ടി വയനാട്ടിൽ നിന്ന് ഓടി എത്തുമ്പോഴത്തേക്കും ചിലപ്പോ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മസ്ലിൻ ക്ലോത്ത്
ഇപ്പൊ മൾട്ടിപർപ്പസ് ആയിട്ട് കൊച്ചിനെ തുറപ്പിക്കുക, കുളിപ്പിച്ചിട്ട് ഇതാക്കുക. പിന്നെ നമുക്ക് ഇതിന് എന്താണ് കൊച്ചിനെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് അത് വെച്ച് കവർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടർക്കീസ്. ഇത് നമുക്ക് ഇപ്പൊ കുളിപ്പിച്ച് തുറപ്പിക്കാനാണെങ്കിലും കൊച്ചിനെ കിടത്താനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതും വെക്കുന്നുണ്ട്. ഇത് കൊച്ചിന്റെ മാത്രമായിട്ടുള്ള ബോക്സ് കേട്ടോ. ഇനി ഇവളുടെ ട്രോളി ഇത് ഓൾറെഡി പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സെറ്റാണ്. ഈ റൂമിൽ അലങ്കോലായി കിടക്കണ എന്താ വെച്ചാൽ ഇതൊക്കെ പാക്ക് ചെയ്യണതിന്റെ കൊണ്ടാണല്ലോ. ഇത് എനിക്കില്ല, പിന്നെ ഡിസ്പോസബിൾ പാൻറ്റീസ് ഞാൻ തന്നെ വെക്കാൻ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ. അതെ. പിന്നെ ഇത് റിസീവിംഗ് ക്ലോത്ത് ഏറ്റവും ടോപ്പിൽ വെക്കണ കാര്യം നമുക്ക് ആദ്യം എടുക്കണ്ടേ കേട്ടോ. പിന്നെ നമുക്കിനി അടുത്ത ബാഗ് നോക്കാം. അത് ഇത് ടിഷ്യൂവിന്റെ ബോക്സ് ആണ്, അതും കൂടെ വെക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി അടുത്തത് എന്തൊക്കെയാ നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ ട്രോളി കേട്ടോ. ട്രോളിനകത്ത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. അതെ, മുണ്ട് മുണ്ട്. ആ പിന്നെ ഉള്ളത് വലിയൊരു ടർക്കിയാണ്. പിന്നെ കൊച്ചിന് കുറച്ച് കെട്ടുടുപ്പ് കണ്ടില്ലേ, കൊറേ ഉണ്ട് കേട്ടോ. വൈറ്റ് ആണ് നമ്മൾ ആദ്യം ഉടുപ്പിക്കേണ്ടത്. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള പ്രിന്റ് ഒക്കെ വരുന്ന നല്ല സാധനങ്ങൾ. പിന്നെ അടിയിൽ വെച്ച് നമ്മൾ കെട്ടുന്നത് ചെറിയൊരു എന്താ തുണിയൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കൊണ്ടാക്കാൻ പറ്റും. നല്ല സാധനം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഉടുപ്പുകളുണ്ട്. അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഇതെന്താണ് സാധനം? ഇതിന്റെ ആവശ്യം വരുമോന്ന് അറിയില്ല. നമ്മള് കൊച്ചിന് ഫീഡ് ചെയ്യുമ്പോ ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പുറത്തൊക്കെ പോകുമ്പോ നല്ല യൂസ്ഫുൾ സാധനം കേട്ടോ. ഫീഡ് ചെയ്യാനൊക്കെ സൂപ്പർ. അപ്പൊ അതാണത്. ഇനി അടുത്തത് എന്താ നോക്കതാ. ഓ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുഞ്ഞൊരു ഉടുപ്പ്, അത് കൈയും കാലൊക്കെ കവർ ചെയ്യുന്ന എന്താ റോംബേഴ്സ്. കൈയും കാലും കവർ ചെയ്ത് ഭയങ്കര. പക്ഷെ ഇവിടത്തെ ചൂടത്തെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ആണല്ലേ, ചൂടാണേലും ഇവിടത്തെ ചൂടാണേലും. ഇനി ഇതിനകത്ത് എന്താണ്? ഇതെന്താ? അടി കെട്ടി കൊടുക്കുന്ന ടൗസർ പോലത്തെ സാധനം കേട്ടോ. ഇപ്പുറ സൈഡിൽ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. പിന്നെ നല്ലൊരു ഡ്രസ് എനിക്ക് വീട്ടിലേക്ക് വരുമ്പോ ഇടാനായിട്ട്. ഇനി ഇതൊക്കെ വീട്ടിലിടുന്ന വീട്ടിലിടുന്ന എന്ത് വേറായിരുന്നടി? മെറ്റേണിറ്റി വെയർ. ഫീഡിംഗ് വെയർ. അങ്ങനത്തെ ഒരു 4-5 ഉണ്ട്. 4-5 അല്ല, 5-6 ഉണ്ട്. അതെ. പിന്നെ ഇതെന്താണ്? ഇത് അണ്ടർസ്കേർട്ടും പിന്നെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ്. നമുക്ക് കേറുമ്പോ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് വരും. പിന്നെ ഈ ഒരു ബാഗ് കൂടെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് ഫയൽസ്, ഹോസ്പിറ്റലിലെ എല്ലാ വലിയ കാര്യങ്ങള്, സ്കാനിങ് റിപ്പോർട്ട് എല്ലാം അതിനകത്താട്ടോ. പിന്നെ ഇതില് ടോയ്ലറ്റ് ഐറ്റംസ്, ഷാമ്പു, കണ്ടീഷണർ, പിന്നെ അങ്ങനത്തെ ഫേസ് വാഷ്, പൗഡർ, മരുന്ന്, അങ്ങനത്തെ എനിക്ക് വേണ്ട ഏറ്റവും മെയിൻ മേക്കപ്പ് സെറ്റ്. ഇല്ല ഇല്ല, ചുമ്മാ കേട്ടോ. മേക്കപ്പ് എന്ന് പറയുമ്പോ നമുക്ക് ഭ്രാന്തായി പോകും. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. പിന്നെ ഞാനൊരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. യൂസ് വരുമോന്ന് അറിയില്ല. എന്നാലും എന്നോട് ചിലവർ എടുത്ത് വെച്ചോളാം പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് വേറെ സാധനങ്ങളുണ്ട്. ഈ ബക്കറ്റ്, ബേസിങ്, കപ്പ്, പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ നമ്മൾ താഴെ കഴുകി പ്ലാസ്റ്റിക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് സമയവും എന്തും പ്രതീക്ഷിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. എപ്പോ വേണേലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇവിടുന്ന് അടുത്താട്ടോ, ഹോസ്പിറ്റലിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ, വീട്ടിന് അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കാം, വന്നെടുക്കാനുള്ള കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കണേയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും കാണുള്ളൂ അല്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ ചിലപ്പോ ആയിരിക്കാം. അപ്പൊ ബൈ.